So first order correction in energy becomes En1 equal to, say this one. We substitute P square psi as equal to P square psi equal to 2m into En minus V. So P square psi into P square psi എന്നുള്ളത് 2m into En minus V psi into 2m into En minus V psi എന്ന് വരും. അതിൽ 2m സ്കെലാർ ആണ്. അപ്പോൾ രണ്ട് ഗെറ്റ് സ്പേസ് നിന്ന് അഡ്ജോയിന്റ് ഗെറ്റ് സ്പേസ് എന്നത് പുറത്തെടുക്കാം. കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുത്താലും മാസിന് മാറ്റമൊന്നുമില്ല, അത് തന്നെയാണ്. അപ്പോൾ 2m into 2m 4m സ്ക്വയർ എന്ന് വരും. 4m സ്ക്വയർ. സ്കെലാർ പ്രൊഡക്റ്റ് En മൈനസ് വി സൈ ഇൻറ്റു En മൈനസ് വി സൈ. അപ്പോൾ എം സ്ക്വയർ ആവുമ്പം ഒരു എം എ അവശേഷിക്കുള്ളൂ. ഈ സ്ക്വയർ ടേം ഇവിടെ ഇല്ല. ഇറ്റ്സ് എ മിസ്റ്റേക്ക് ഹിയർ. And 4 vanish with 8 to make it say 2 in the denominator. Minus 1 by 2 mc square scalar product psi. En minus v Hermitian operator തന്നെയാണ്. അത് നമ്മൾ ഗെറ്റ് സ്പേസിലേക്ക് സെൻഡ് ചെയ്തു. Then this becomes En minus v square into psi. That is minus 1 by 2 mc square. Bracket ഇല്ല കേട്ടോ. Minus 1 by 2 mc square. Minus 1 by 2 mc square. സിക്ക് മാത്രമേ സ്ക്വയർ ഉള്ളൂ. സ്കെലാർ പ്രൊഡക്റ്റ് psi. En minus v into En minus v. ഓപ്പറേറ്റർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. En into En, En സ്ക്വയർ. പിന്നെ En into മൈനസ് വി മൈനസ് En v. പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും എനർജിയുടെ രണ്ട് കോമ്പോണൻസ് ആണ്. ഒന്ന് സ്കെലാറുമാണ്. അപ്പോൾ കമ്മ്യൂട്ട് ചെയ്യുക എന്നുള്ള ഒരു ക്വസ്റ്റിനെ ഇല്ല, കാരണം En എന്നുള്ളത് സ്കെലാർ എനർജിയാണ്. അപ്പോൾ En ഇൻറ്റു വി എന്നുള്ളത് രണ്ട് തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ വി ഇൻറ്റു എന്നും En ഇൻറ്റു വിയും എങ്ങനെ വേണമെങ്കിലും എഴുതാം. കമ്മ്യൂട്ടബിലിറ്റിയുടെ ഒരു പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല, ബിക്കോസ് En ഈസ് ഓൾറെഡി എ സ്കെലാർ എനർജി ഓഫ് ദി nth ക്വാണ്ടം സ്റ്റേറ്റ്. സോ ദിസ് ഈസ് minus 2 En ഇൻറ്റു വി പ്ലസ് വി ഇൻറ്റു വി മൈനസ് വി ഇൻറ്റു മൈനസ് വി മേക്ക് ഇറ്റ് പ്ലസ് വി സ്ക്വയർ ഓപ്പറേറ്റിംഗ് ഓവർ സൈ. സോ സ്കെലാർ പ്രൊഡക്റ്റ് സൈ En സ്ക്വയർ സൈ, പിന്നെ മൈനസ് സ്കെലാർ പ്രൊഡക്റ്റ് സൈ 2 En v സൈ, പിന്നെ പ്ലസ് സ്കെലാർ പ്രൊഡക്റ്റ് സൈ വി സ്ക്വയർ സൈ. അത് മൂന്നും കൂടെ കണ്ട് സം ചെയ്തിട്ട് അതിനെ minus 1 by 2 mc സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഓരോ ടേം ആയിട്ട് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം സ്കെലാർ പ്രൊഡക്റ്റ് സൈ En സ്ക്വയർ സൈ ആണ്. അതിൽ En സ്ക്വയർ സ്കെലാർ ആണ്. അപ്പോൾ En സ്ക്വയർ നേരിട്ട് ഇങ്ങ് പുറത്ത് എഴുതാം. En സ്ക്വയർ സ്കെലാർ പ്രൊഡക്റ്റ് സൈ ഇൻറ്റു സൈ. സ്കെലാർ പ്രൊഡക്റ്റ് സൈ വിത്ത് സൈ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണ്. സ്കെലാർ പ്രൊഡക്റ്റ് സൈ വിത്ത് സൈ സൈ സ്ക്വയർ ആണ്. അപ്പോൾ അത് 1 എന്ന് വരും. അപ്പോൾ ഫസ്റ്റ് ടേം ഈസിയാണ്. സെക്കൻഡ് ടേം സ്കെലാർ പ്രൊഡക്റ്റ് സൈ മൈനസ് 2 En v സൈ എന്നാണ് വരിക. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 2 En സ്കെലാർ ആണ്, പുറത്ത് എഴുതാം. പൊട്ടൻഷ്യല് ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് എഴുതുന്നത്. അപ്പോൾ ഇലക്ട്രോണിന്റെ ചാർജ് മൈനസ് ഇ ഇൻറ്റു ന്യൂക്ലിയസിന്റെ ചാർജ് പ്ലസ് ഇ ഡിവൈഡഡ് ബൈ 4πε0 r, where r is the position vector of the electron. ഇലക്ട്രോണിന്റെ ചാർജ് മൈനസ് ആയതുകൊണ്ട് ഇത് ഓവറോൾ മൈനസ് ആ വരിക. ആ മൈനസ് ഈ മൈനസും കൂടെ പ്ലസ് ആയി. 2En-ഉം 2ഉം 4πയും വേണമെങ്കിൽ വെട്ടിക്കളയാം. 1/2π എന്നായിരിക്കും അത് വരിക. സോ സ്കെലാർ പ്രൊഡക്റ്റ് സൈ En E സ്ക്വയർ ഡിവൈഡഡ് ബൈ 2πε0 ഇൻറ്റു 1/r സൈ. ഇതിലെ ഇത്രയും ഭാഗം സ്കെലാർ ആണ്, അത് പുറത്ത് എഴുതാം. അപ്പോൾ ബാക്കിയുള്ളത് സ്കെലാർ En E സ്ക്വയർ ബൈ 2πε0 സ്കെലാർ പ്രൊഡക്റ്റ് സൈ 1/r സൈ എന്നായിരിക്കും വരുന്നത്. That is En E square by 2πε0 scalar product psi 1/r psi is nothing other than the expectation value of 1/r. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ ലാസ്റ്റ് ടേം സ്കെലാർ പ്രൊഡക്റ്റ് സൈ വി സ്ക്വയർ സൈ ഈക്വൽ ടു സ്കെലാർ പ്രൊഡക്റ്റ് സൈ വി സ്ക്വയർ ഈസ് v square is E square by 4πε0. Of course minus sign is there, square എടുക്കുമ്പോൾ പോസിറ്റീവ് ആയിക്കോളും. ഹോൾ സ്ക്വയർ സൈ P power 4 by 4πε0 square സ്കെലാർ ആണ്, പുറത്ത് എഴുതാം. സ്കെലാർ പ്രൊഡക്റ്റ് സൈ 1/r square psi. This quantity is nothing other than, if this could be written as expectation 1/r, this is nothing other than expectation 1/r square. So now we have to evaluate these two quantities. This I think you might have evaluated in your second semester. Anyway, we'll do it here. അപ്പോൾ ആദ്യം നമ്മൾ എക്സ്പെക്ടേഷൻ 1/r ഇൻ ഹൈഡ്രജൻ ആറ്റം കണ്ടുപിടിക്കാം. അതിനു വേണ്ടിയിട്ട് എക്സ്പെക്ടേഷൻ 1/r കണ്ടുപിടിക്കാൻ എക്സ്പെക്ടേഷൻ വിയിലാണ് 1/r വരുന്നത്, പൊട്ടൻഷ്യൽ എനർജിയിലാണ് വന്നത്. ബട്ട് ഇൻ ഹൈഡ്രജൻ വി നോ ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി ഈസ്
in magnitude 2 times the total energy. അത് ഇവിടെ റഫായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ഡിഗ്രിക്ക് ചെയ്തതായിരിക്കും. ഹൈഡ്രജൻ ആറ്റത്തിൽ ഇലക്ട്രോൺ സർക്കുലാർ മോഷൻ നടത്തുമ്പോൾ അതിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്ഷൻ ആണ്. That is mv square by r equal to mv square by r and centripetal force. That is e square by 4 pi epsilon 0. ഫസ്റ്റ് ചാർജ് ഇലക്ട്രോണിന്റെ ചാർജ്, രണ്ടാമത്തെ ന്യൂക്ലിയസിന്റെ ചാർജ് ഡിവൈഡഡ് ബൈ 4 pi epsilon 0 r square. സോ v ഈക്വൽ ടു ഇത് ഒരു r വെട്ടിപ്പോയി, m ഇങ്ങോട്ട് കൊടുത്തു, സ്ക്വയർ റൂട്ട് എടുത്തു, e ബൈ റൂട്ട് 4 pi epsilon 0 mr. റൂട്ടിനകത്താണ് ഇത്, മുഴുവനായിട്ട് റൂട്ടിനകത്തായിട്ടാണ്. ആ റൂട്ട് സിമ്പിൾ അതുകൊണ്ട് അങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ. എം ഇങ്ങോട്ട് വന്നു, ഒരു ആറ് വെട്ടിപ്പോയി, റൂട്ട് എം ആർ വന്നു. കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് ടി ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ വി ആയിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹാഫ് ഇൻറ്റു 1/2 ടു എം വെച്ചു, പിന്നെ വി സ്ക്വയറിന്റെ സ്ഥാനത്ത് ഇ സ്ക്വയർ ബൈ 4 pi epsilon 0 mr. സ്ക്വയർ ചെയ്യുമ്പോൾ ഈ സ്ക്വയർ റൂട്ട് ഒഴിവായി പോയല്ലോ. അപ്പൊ എം വെട്ടിപ്പോയി, ഇ സ്ക്വയർ ബൈ 8 pi epsilon 0 r എന്ന് പറഞ്ഞു. ഇനി പൊട്ടൻഷ്യൽ എനർജി, ഇലക്ട്രോണിന്റെ ചാർജ് മൈനസ് ഇ, ന്യൂക്ലിയസിന്റെ ചാർജ് പ്ലസ് ഇ, ദാറ്റ് ഈസ് മൈനസ് ഇ സ്ക്വയർ ബൈ 4 pi epsilon 0 r. അപ്പൊ നോക്കൂ, പൊട്ടൻഷ്യൽ എനർജി ടോട്ടൽ എനർജിയും കൂടെ കൂട്ടിയാൽ ഇത് രണ്ടും കൂടെ കൂട്ടിയത് ഇ സ്ക്വയർ ബൈ 8 pi epsilon 0 r മൈനസ് ഇ സ്ക്വയർ ബൈ 4 pi epsilon 0 r, ദാറ്റ് ഈസ് മൈനസ് ഇ സ്ക്വയർ ബൈ 8 pi epsilon 0 r. ഇതാണ് ടോട്ടൽ എനർജി ഇ എന്ന് പറയുന്നത്. ഈ ഇനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ഇ സ്ക്വയർ ബൈ 4 pi epsilon 0 r വരും. അതാണ് പൊട്ടൻഷ്യൽ എനർജി, ഇ സ്ക്വയർ ബൈ 4 pi epsilon 0 r. So potential energy is 2 times total energy. Then expectation potential energy equal to expectation 2 times total energy. Potential energy പക്ഷേ എന്താ, മൈനസ് ഇ സ്ക്വയർ ബൈ 4 pi epsilon 0 ഇൻറ്റു 1/r. അപ്പൊ ഇതിന്റെ എക്സ്പെക്ടേഷൻ ഈക്വൽസ് 2 ടൈംസ് എനർജി ഓഫ് ദി ക്വാണ്ടം സ്റ്റേറ്റ്. എക്സ്പെക്ടേഷൻ അത് തന്നെയാ, എനർജി തന്നെയായിരിക്കും വരിക. So this is then say expectation 1/r equal to ഈ സ്കാലാർ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 pi epsilon 0 into 2 മൈനസ് 8 pi epsilon 0, ഈ മൈനസും ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു, മൈനസ് 8 pi epsilon 0 ഡിവൈഡഡ് ബൈ ഇ സ്ക്വയർ ഇൻറ്റു എനർജി ഓഫ് ദി nth ക്വാണ്ടം സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ, അത് മൈനസ് എം ഇ റൈസ് ടു 4/32 pi സ്ക്വയർ epsilon 0 സ്ക്വയർ h സ്ക്വയർ. ഇത്ര എഴുതിയാൽ ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ എനർജിയായി, ഇൻറ്റു 1/n സ്ക്വയർ എഴുതിയാൽ ഏത് ക്വാണ്ടം സ്റ്റേറ്റിന്റെയും എനർജിയാണ്. നൗ വി സിംപ്ലിഫൈ ദിസ്, 8 pi യും 32 pi സ്ക്വയറും ക്യാൻസൽ ചെയ്യാം. എം that retain e square e power 4 എന്നുള്ളതിനെ നമ്മൾ e power 4 e സ്ക്വയറും ക്യാൻസൽ ചെയ്തിട്ട് e സ്ക്വയർ എന്ന് വന്നു. എം ഇ റൈസ് ടു 4/4 pi epsilon 0 h cross square into 1/n square. And this quantity in the bracket is the Bohr radius, that is the orbital radius of the ground state of hydrogen, or say 1s state of hydrogen. അപ്പോൾ അത് ബോർ റേഡിയസ് എന്ന് എഴുതി, സോറി റെസിപ്രോക്കൽ ആണ്, 1/a എന്ന് എഴുതി ഇൻറ്റു 1/n square, that is 1/an square. So expectation 1/r is found to be equal to 1/an square. Now we have to evaluate expectation 1/r square. Okay, that we will do in the next class. This is a little bit longer. So we have evaluated expectation 1/r right now. Now we are left to evaluate expectation 1/r square. അതും കൂടെ ചെയ്താൽ ടോട്ടൽ എനർജിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് റിലേറ്റിവിസ്റ്റിക് എനർജി കണ്ടുപിടിക്കാം.